സംഭവബഹുലമായ രാഷ്ട്രീയ ജീവിതമായിരുന്നു വി.എസ്. അച്യുതാനന്ദൻ്റേത്. പരുക്കൻ, കർക്കശക്കാരൻ എന്നീ വിശേഷണങ്ങൾ ചാർത്തിക്കിട്ടിയിട്ടുണ്ടെങ്കിലും ജനമനസ്സുകൾ അദ്ദേഹം കീഴടക്കിയിട്ടുണ്ട്. ഇന്നും ഓരോ ആളുകളുടെയും മനസ്സിൽ വി.എസിനെ കുറിച്ചുള്ള ചിത്രങ്ങൾ മായാതെ കിടക്കുകയാണ്. രാഷ്ട്രീയത്തിലെ കർക്കശക്കാരനായിരുന്ന അദ്ദേഹത്തിന് ജീവിതത്തിലും ചില ചിട്ടകളുണ്ടായിരുന്നു. കാച്ചി കുറുക്കിയെടുത്ത ജീവിതശൈലി തന്നെയായിരുന്നു അദ്ദേഹം തുടർന്നു പോന്നിരുന്നത്. തലനരയ്ക്കുവതല്ലൻ വൃദ്ധത്വം എന്ന് പറയാനുള്ള കരുത്തും അദ്ദേഹത്തിന് നൽകിയത് ആ ജീവിതശൈലികൾ തന്നെയാവും. ചിട്ടകളെല്ലാം ഭക്ഷണത്തിനും പ്രതിഫലിച്ചിരുന്നു. രാവിലെ 5:30 എണീക്കുമായിരുന്നു. കട്ടനോ കാപ്പിയോ ചായയോ ഒന്നും അദ്ദേഹം കുടിച്ചിട്ടില്ലായിരുന്നു. ചൂടുള്ള ചുക്കുവെള്ളം അത് തന്നെ ധാരാളം അദ്ദേഹത്തിന്. വീടിൻ്റെ മുറ്റത്തു കൂടിയുള്ള നടത്തത്തിന് ശേഷം പത്രവായന, പിന്നീട് പതിവായി ചെയ്തിരുന്ന വ്യായാമങ്ങൾ. വീട്ടിൽ തന്നെ കൃഷി ചെയ്തിരുന്ന പച്ചക്കറികൾ ഉപയോഗിച്ചുള്ള ഭക്ഷണമായിരുന്നു വി.എസ്. കഴിച്ചിരുന്നത്. രക്തസമ്മർദ്ദം ഉണ്ടായിരുന്നതിനാൽ ഉപ്പും അച്ചാറുമൊക്കെ പണ്ടേ ഒഴിവാക്കിയിരുന്നു. 2 ഇഡലി അല്ലെങ്കിൽ ദോശ, പഴം ഇതായിരുന്നു പ്രഭാത ഭക്ഷണം. ഉച്ചയ്ക്ക് ഒരു തവി ചോറ്, തോരൻ, കാച്ചിയ മോര്, ഇഷ്ടപ്പെട്ട ചീരക്കറിയോ ഇലക്കറിയോ. വൈകിട്ട് ജ്യൂസോ പഴങ്ങളോ. രാത്രിയിൽ ഭക്ഷണം ഒന്നും തന്നെ കഴിക്കില്ല. ഞവര അരി കൊണ്ടുള്ള കഞ്ഞി, വണ്ണം കുറഞ്ഞ ഏത്തപ്പഴം, ഇടയ്ക്ക് കരിക്കിൻ വെള്ളം ഇതൊക്കെയായിരുന്നു ഏറ്റവും പ്രിയപ്പെട്ടത്. പിറന്നാൾ ദിനങ്ങളിൽ മധുരവും വി.എസ്. ആവോളം കഴിക്കുമായിരുന്നു. കുട്ടനാടൻ ഭക്ഷണം വി.എസിന് ഏറെ ഇഷ്ടമായിരുന്നു. കുട്ടനാട്ടിലെത്തിയാൽ ഭക്ഷണം കഴിച്ചിരുന്നത് മങ്കൊമ്പിലെ CPIM ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നായിരുന്നു. അവിടെ EP വർഗീസാണ് വി.എസിനായി ഭക്ഷണം തയ്യാറാക്കിയിരുന്നത്. മീൻ പ്രിയനായിരുന്നു വി.എസ്. എന്നാണ് വർഗീസ് ഓർമ്മിച്ച് പറയുന്ന ഒരു കാര്യം. വരാലും കരിമീനുമായിരുന്നു ഏറെ ഇഷ്ടം. ഉപ്പും എരിവും പുളിയും വെളിച്ചെണ്ണയും ഒഴിവാക്കി തേങ്ങാപ്പാലിലാണ് ആ കറി തയ്യാറാക്കിയത്. ഓരോ തവണ വന്നു പോകുമ്പോഴും അടുത്ത പ്രാവശ്യത്തെ ഭക്ഷണം എന്ത് വേണമെന്ന് പറഞ്ഞിട്ടേ അദ്ദേഹം പോകുക കൂടി ചെയ്യാറുള്ളായിരുന്നു. ഒരു നൂറ്റാണ്ടോളം നീണ്ടുനിന്ന ആ സമര ജീവിതത്തിന് തിരശ്ശീല വീഴുമ്പോൾ വി.എസ്. എന്ന ഒരു വിപ്ലവ നക്ഷത്രത്തെ ഒരു നോക്ക് കാണാൻ തലസ്ഥാനത്തേക്ക് ഒഴുകിയെത്തുന്നത് പതിനായിരങ്ങളാണ്.